صلى الله على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ഹദീസിന്റെ ഇന്നത്തെ വിഷയം ദമ്മു ദിൽ വജ്ഹൈനി, രണ്ട് മുഖമുള്ള ആളെ ആക്ഷേപിക്കുന്ന. ദമ്മ് എന്ന് പറഞ്ഞാൽ മദ്ഹിന്റെ ഓപ്പോസിറ്റാണ്. മദ്ഹ് പ്രശംസിക്കലാണ്, ദമ്മ് അതിനെ ആക്ഷേപിക്കലാണ്, അഥവാ മോശമാണ് എന്ന് പറയാം. ദിൽ വജ്ഹൈൻ, ദി എന്ന് പറഞ്ഞ ഉടയ, അതുള്ള ആള് എന്നർത്ഥം. ദുൽമാൽ എന്ന് പറഞ്ഞ മുഖം, സ്വത്തുള്ള ആള്. ദുൽജാഹ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥാനമുള്ള ആൾ. അപ്പോ ദിൽ വജ്ഹൈനി, ദമ്മു ദിൽ വജ്ഹൈനി, അറബിയിലെ ഒരു ഗ്രാമറിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ദമ്മു ദിൽ അതിലേക്ക് ചേർക്കുമ്പോൾ ദു എന്നത് ദി എന്നാകും. അൽ വജ്ഹ് മുഖം, അൽ വജ്ഹൈൻ രണ്ട് മുഖം. ഇരട്ട മുഖന്മാർ എന്ന് പറഞ്ഞാൽ രണ്ട് മുഖം, ഫിസിക്കലി രണ്ട് മുഖമുള്ള ആളെന്നല്ല, രണ്ട് മുഖം കാണിക്കുന്ന ആൾ. ഇവിടെ വന്നൊരു മുഖം, അപ്പുറത്തൊരു മുഖം കാണിക്കുക. അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാകും. ഒരാളെടുത്ത് വന്നിട്ട് ചില നല്ല ആൾക്കാര്, പണ്ഡിതന്മാര്, ഉസ്താദ്മാര്, തങ്ങന്മാര്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എടുത്ത് പോയാല് ഒരു ഭയങ്കര നല്ല ദീന്റെ ആൾക്കാര്, ഭയങ്കര നല്ല ആൾക്കാര്, എല്ലാത്തിനും സ്നേഹിക്കുന്ന ഒക്കെ ആൾക്കാരായിട്ട് കാണും. അതേ ആളുകൾ അപ്പുറത്ത് പോയാൽ കുപ്പി പൊട്ടിക്കാണ്ടാവും, പലിശന്റെ ആൾക്കാരാവും, വളരെ മോശമായി പെരുമാറുന്നവരായിരിക്കാം, എല്ലാവിധ തമ്മാടിത്തവും മോശത്തരമൊക്കെ ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെ ഇരട്ടമുഖം, പലതരത്തിൽ ഇരട്ടമുഖം കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വിഭാഗം ആൾക്കാരായിട്ട് എടുത്തു പോയിട്ട് അവരാളായിട്ട് നിൽക്കും, ഇപ്പുറത്തെ ആളുകളെടുത്ത് പോയിട്ട് അവരാളായി നിൽക്കും. അഥവാ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും അവനവന്റെ ആളായിട്ട് നിൽക്കും. ശത്രുത കാണിക്കണം എന്നുള്ളതല്ല, ഇരട്ടമുഖം കാണിക്കുക, തന്റെ യഥാർത്ഥം മറച്ചു വെച്ച് ഇരട്ടമുഖം കാണിക്കാം. അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി, അവരുടെ അടുത്ത് നല്ലതുള്ള സമയം വേണ്ടി ഒരുപാട് ആളുകളെ നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഒരു രീതിയിൽ മനുഷ്യൻ തന്നെ മോശമാക്കായി കാണാതിരിക്കാൻ വേണ്ടി ചെയ്യും. പക്ഷെ അതേ ആളുകൾ അപ്പുറത്ത് പോയിട്ട് കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്നാവാനുള്ള ശ്രമം നടത്തുന്ന എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് ഇരട്ടമുഖം കാണിക്കാൻ വേണ്ടി, ഇവരെ പറ്റിക്കാൻ വേണ്ടി, ഇവര് തന്നെ കുറിച്ച് മറ്റതൊന്നും അറിയാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വളരെ വലിയ ഗുരുതരമായ ചില ഭവിഷ്യത്തുകളുണ്ട്. അതൊരു തരം നിഫാഖിന്റെ, നമ്മൾ അത്തരം വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടയാളമാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തജിദൂന അന്നാസ മആദിന, ജനങ്ങളെ നിങ്ങൾക്ക് മഅദിൻ ജമ മആദിൻ എന്ന് പറഞ്ഞാൽ ഖനികളാണ്. അത് ഒറിജിനൽ ഖനികൾക്കാണ് മഅദിൻ മഅദൻ എന്ന് പറയാം. അപ്പോ മൈൻസ്, ഖനികളുടെ സ്വഭാവം എന്താ? ഓരോ ഖനിജത്തിനും അതിൻ്റെതായ വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ടാവും. സ്വർണം, വെള്ളിക്ക്, അതുപോലെ തന്നെ ഇരുമ്പിന്, ചെമ്പിന്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഭൂമിയുടെ അടിയിൽ നിന്നും കടലിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഒരുപാട് തരത്തിലുള്ള ഖനികളുണ്ട്, മഅദിനുകളുണ്ട്. അപ്പൊ ഈ ഖനികൾക്ക് ഓരോന്നിനും അതിൻ്റെതായ നേച്ചറുകളുണ്ട്, ഒരിക്കലും മാറ്റാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന അതിന്റെ ഒറിജിനൽ സ്വഭാവങ്ങളുണ്ട്. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അന്നാസു മആദിൻ, ജനങ്ങൾക്കൊക്കെ ഒരു ഒറിജിനൽ ഉള്ള ചില സ്വഭാവങ്ങളുണ്ട്. ചിലപ്പോൾ വളരെ പ്രയാസപ്പെട്ട് ചിലത് മാറ്റിയെടുക്കാൻ സാധിക്കും, എന്നാലും ചില ആളുകൾക്ക് ചില സ്വഭാവം കാണിക്കും. ചില ആളുകൾ ക്ഷമയുടെ മൂർത്തി രൂപങ്ങളായിരിക്കാം, ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരായിരിക്കാം, ചില ആളുകൾക്ക് ഈ അസൂയപ്പെടുക എന്നുള്ള അവരുടെ ഭാഗം തന്നെ ആയിരിക്കും. അവരുടെ വളർന്ന സാഹചര്യം ഉണ്ടാവും, അത് ചില കുടുംബങ്ങളിൽ ഉണ്ടാകും, ചില കുടുംബങ്ങളിൽ ഉണ്ടാകും, ചില സമൂഹങ്ങളിൽ ഉണ്ടാകും. ഒരു സമൂഹത്തിന് മൊത്തമായിട്ടുള്ള ചില സ്വഭാവം ഉണ്ടാവും, ചില നാടിന് ചില പ്രത്യേകമായിട്ട് ചില സ്വഭാവം ഉണ്ടാവും, ചില കുടുംബത്തിന് ചില പ്രത്യേകമായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ ആ രീതിയിലൊക്കെ ചില കാര്യങ്ങൾ കാണിച്ചു തരാറുണ്ട്. അത് ചില കുടുംബങ്ങൾ പ്രത്യേകമായിട്ട് ഉണ്ടാവും. പിശുക്കുള്ള ആൾക്കാരുണ്ടാവും, സഹനമുള്ള ആളുകളുണ്ടാവും. അത് ചില കുടുംബത്തിന്റെ തന്നെ സ്വഭാവമായിട്ട് കാണാം. അവർ വളരുന്ന സാഹചര്യം, അവരുടെ ജീനുകൾ, അവരുടെ പിതാവിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് കണ്ടുവരുന്ന, ചെറുപ്പം മുതൽ ശീലിച്ചു വരുന്ന കാര്യങ്ങൾ. അപ്പൊ ക്ഷമ, സഹനം, വിട്ടുവീഴ്ച മനോഭാവം, ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, ശത്രുത, പ്രതികാര മനോഭാവം, അതുപോലെ തന്നെ ഇങ്ങനെ എത്ര ആയാലും പൊറുക്കാത്ത ഒരു മനസ്സ്, വളരെയധികം പിശുക്ക്, ഇങ്ങനത്തെ പല സ്വഭാവങ്ങൾ മആദിൻ. ആളുകൾക്ക് അവരുടേതായ ചില സ്വഭാവങ്ങളുണ്ടാവും. പലതും മാറ്റിയെടുക്കാൻ കഴിയും, പലതും ഒരു നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആദ്യമായിട്ട് അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് മനുഷ്യന്മാർ ചെയ്യേണ്ടത്. ഇങ്ങനെ അന്നാസു മആദിൻ, ജനങ്ങൾ പല തരക്കാരായ ആളുകളാണ്, പല ഖനികൾ പോലെയാണ്.
പലതരത്തിലുള്ള മൂലകങ്ങൾ പോലെയാണ്. ഓരോന്നിനും അതിൻ്റെതായ വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്. ഖിയാറുഹും ഫിൽ ജാഹിലിയ ഖിയാറുഹും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു. ജാഹിലിയത്തിൽ അവരിൽ ഏറ്റവും നല്ലവരായിരുന്ന ആളുകൾ ഖിയാറുഹും ഫിൽ ഇസ്ലാം, ഇസ്ലാമിലും അവരിൽ ഏറ്റവും നല്ലവരായ ആളുകൾ തന്നെയാണ്. ഇദാ ഫഖഹു, അവർക്ക് ഇൽമും തഖ്വയും ഉണ്ടെങ്കിൽ, അവർക്ക് അറിവുണ്ടെങ്കിൽ. എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിന്റെ ഒരുപാട് നല്ല അഥവാ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അവരിൽ ഏറ്റവും കുലീനരായിരുന്ന ഉത്തമരായിരുന്ന ആളുകൾ, നല്ല വിട്ടുവീഴ്ച മനോഭാവം, അതുപോലെ തന്നെ ഉദാരത, അതുപോലെ ആളുകളെ സഹായിക്കാനുള്ള മനസ്സ്, ക്ഷമ, സഹനം, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകളുടെ ഇടയിൽ അവരുടെ അദബിന്റെ ഭാഗമായി പറയപ്പെടുന്നുണ്ട്, കവിതകളിലൊക്കെ കാണാം. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഉദാരരായിരുന്ന, ക്ഷമാശീലരായിരുന്ന, സഹനശീലരായിരുന്ന, നന്മയുടെ ആളുകളായിരുന്ന ആളുകൾ ഖിയാറുഹും ഫിൽ ജാഹിലിയ, അവർ തന്നെയാണ് ഖിയാറുഹും ഫിൽ ഇസ്ലാം, ഇസ്ലാമിലും അവർ തന്നെയാണ് ഖൈറായ ആളുകൾ. അപ്പൊ ചില കുടുംബത്തിന്റെ മഹത്വം, മഹിമകളൊക്കെ ഉണ്ടാകാം. ചില കുടുംബം ശ്രേഷ്ഠത കൊണ്ട് അറിയപ്പെട്ടവരായിരിക്കാം. അവര് ഇസ്ലാമിലും അവർക്ക് ശ്രേഷ്ഠതയും മഹത്വമുണ്ട്. ഇദാ ഫഖഹു, അതിന്റെ കൂടെ അവർക്ക് ഇൽമും തഖ്വയും ഉണ്ടെങ്കിൽ, വതജിദൂന ഖിയാറൻ നാസി ഫി ഹാദാ ശഅൻ അശദ്ദുഹും ലഹു കറാഹിയതൻ. അഥവാ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആരെയാണ് അധികാരത്തിലാക്കേണ്ടത്? നമ്മൾ അതിനുവേണ്ടി മാത്രം ഒരുപാട് അധ്യായങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അധികാരം ചോദിച്ചു വാങ്ങരുത്, എന്നാൽ അത് കൊടുക്കപ്പെട്ടാൽ ബർക്കത്ത് നൽകപ്പെടും, അതുകൊണ്ട് അധികാരത്തിന്റെ പിന്നാലെ പോകരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് വതജിദൂന ഖിയാറൻ നാസ് ഫി ഹാദാ ശഅൻ അശദ്ദുഹും ലഹു കറാഹിയതൻ. ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങൾക്ക് കാണാം ഈ കാര്യത്തിൽ, അഥവാ അധികാരത്തിന്റെ കാര്യത്തിൽ അശദ്ദുഹും ലഹു കറാഹിയതൻ, അതിനോട് ഏറ്റവും വെറുപ്പുള്ള ആളുകൾ, എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകൾ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ അവസാനം എനിക്ക് ഇതൊന്നും ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പലപ്പോഴും പറയുമായിരുന്നു. അധികാരം വേണ്ട, അധികാരത്തോട് ഏറ്റവും വെറുപ്പ്, അധികാരം കിട്ടിയാൽ ഭയങ്കര പ്രയാസകരമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അതിലേറ്റവും, അവർക്കാണ് ഇത് ഏറ്റവും നന്നായി കൊടുക്കേണ്ടത്. വതജിദൂന ശർറൻ നാസി ദൽ വജ്ഹൈനി, ഏറ്റവും ജനങ്ങളിൽ ഷർറുള്ള ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അവർ ദൽ വജ്ഹൈനി, രണ്ട് മുഖമുള്ള ആളുകളാണ്. അല്ലദീ യഅതി ഹഉലാഇ ബിവജ്ഹിൻ, ഈ ആൾക്കാരുടെ അടുത്ത് ഒരു മുഖവുമായിട്ട് വരും. വഹഉലാഇ ബിവജ്ഹിൻ, മറ്റാൾക്കാരുടെ അടുത്ത് വേറൊരു മുഖവുമായിട്ട് ചെല്ലും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഇത് കിട്ടാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ, അവരെടുത്ത് പോയിട്ട് അവരെ മുഖം കാണിക്കും, ഇപ്പുറത്ത് ഇവരെ മുഖം കാണിക്കും. അധികാരമൊക്കെ വരുമ്പോ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ നടക്കുമ്പോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ, കമ്മിറ്റികളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോ, ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിടിവലികൾ നടക്കുമ്പോ ഒക്കെ ഇങ്ങനത്തെ കുറെ ആളുകളെ കാണാം. ഓരോരുത്തരും ഗവൺമെന്റ് ആൾക്കാരായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരായിട്ട് കാണാം. അവരുടെ ഇരട്ട മുഖങ്ങൾ കാണാം. അത് ഏറ്റവും മോശമാണെന്ന് സൂചിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുഹമ്മദ് ബിൻ സൈദിൻ റളിയല്ലാഹു അൻഹു അന്ന നാസൻ ഖാലു ലിജദ്ദിഹി അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുമ എന്ന തന്റെ ജദ്ദിനോട് ചില ആളുകൾ പറഞ്ഞതായി മുഹമ്മദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറയാൻ. എന്താ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞത്? ഇന്നാ നദ്ഖുലു അലാ സലാത്തീനിന, ഞങ്ങളുടെ സുൽത്താൻമാരുടെ അടുക്കൽ, ഞങ്ങളുടെ ഭരണാധികാരികളുടെ അടുക്കൽ ഞങ്ങൾ പ്രവേശിക്കും. ഫനഖൂലു ലഹും, അപ്പോൾ ഞങ്ങൾ അവരോട് പറയും, ബിഖിലാഫി മാ നതകല്ലമു, ഞങ്ങളുടെ ഇടയിൽ സംസാരിക്കുന്നതിനെതിരായിട്ട് പറയും. ഇദാ ഖറജനാ മിൻ ഇൻദിഹിം നതകല്ലമു ഇദാ ഖറജനാ മിൻ ഇൻദിഹിം, അവരുടെ അടുക്കൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടാൽ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എന്ത് കാര്യം സംസാരിക്കുന്നു അതിനെതിരായിട്ട് ഞങ്ങളുടെ ഖലീഫമാരുടെ അടുത്ത്, സുൽത്താൻമാരുടെ അടുത്ത് ചെന്നാൽ ഞങ്ങൾ പറയാം. ഖാല, അപ്പോ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ നഉദ്ദു ഹാദാ നിഫാഖൻ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇതിനൊക്കെ ഞങ്ങൾ നിഫാഖായിട്ടായിരുന്നു കരുതിയിരുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു. അപ്പോ ഇരട്ടമുഖം കാണിക്കുക, രണ്ട് സ്വഭാവം കാണിക്കാം, ഒരാളടുത്ത് നന്മയും ഒരാളടുത്ത് നിന്ന് മുഖം മറച്ചു വെച്ച്, ഒരാളടുത്ത് കാണിക്കുന്ന മുഖം മറ്റാളടുത്ത് മറച്ചു വെച്ച് ആൾക്കാരായിട്ട് നിൽക്കാം. എന്തെങ്കിലും നന്മക്ക് വേണ്ടിയാണെങ്കിൽ, സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ, രണ്ടു കൂട്ടരെയും തമ്മിൽ രമ്യതയിലെത്തിക്കാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെ അതിന് കുഴപ്പം കാണേണ്ട ആവശ്യമില്ല. അല്ലാതെ ചീത്ത ഉദ്ദേശത്തോടെ എല്ലായിടത്തും സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട്, എല്ലായിടത്തും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാരെയും ആൾക്കാരായിട്ട് ചമയുന്ന, ഇരട്ടമുഖം കാണിക്കുന്ന, നിഫാഖ് കാണിക്കുന്ന സ്വഭാവത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മോശം സ്വഭാവമായി കാണിക്കുകയും അതിന് നിഫാഖിന്റെ അടയാളമായി പരിചയപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹു നല്ലവരായി ജീവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.